ആ സ്ക്രിപ്റ്റൊക്കെ വായിച്ചായിരുന്നോ? ആ ഞാൻ നന്നാവാതിരിക്കുമോ? ഞാനല്ലേ എഴുതുന്നത്. ആ എൻ്റെ വിവരം ബുദ്ധിക്കുള്ള സ്ക്രിപ്റ്റൊന്നും അല്ല ഇത്. ഇതൊക്കെ മേലെ വരും. ആ ആ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഇനി അടുത്ത പരിപാടികളൊക്കെ ഇങ്ങനെ വേറെ ലെവലായിരിക്കും. ആർട്ടിസ്റ്റുകളൊക്കെ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഏറെക്കുറെ സെറ്റാണ് എല്ലാം. വേറെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നല്ല മധുരം. പണ്ടൊക്കെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു രസം. ഒരു പുതിയൊരു വർഷം തന്നെ തുടങ്ങുന്ന മാതിരി തോന്നും. ഇപ്പം എന്ത് ന്യൂ ഇയർ, ഭിത്തിയിലെ കലണ്ടർ മാത്രം മാറും. എന്താണ് മോളെ? അല്ല, കഴിക്കാൻ ഫുഡൊന്നും ആയില്ലേ? സമയമായോ? കാലായില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ശരിയാക്കാം. മൂക്കറിയാവോന്ന് എനിക്ക് അറിയാനില്ല. അല്ലേല്ല, ഒരു ക്രിസ്മസ് രാത്രി നിലാവുള്ള ശാന്തസുന്ദരമായ സമയം, ക്രിസ്മസ് എല്ലാം അവസാനിച്ച് എല്ലാവരും പോയി. അന്നാണ് നമ്മളെ സുബ്ലുമോൻ്റെ സ്ക്രിപ്റ്റ് കാണാതായത്. അന്ന് സ്ക്രിപ്റ്റ് കാണാതായത് അന്ന് തന്നെ നളിനാശനെയും കാണാതായി. ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവിഹിത ഇല്ലേ? എനിക്കറിയില്ല. എനിക്ക് പണ്ടേ അവിഹിത ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. അല്ല, ഈ നളിനാക്ഷൻ ചേട്ടനും സുബ്ബു സാറുമുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യൂ? മോള് നല്ലൊരു മനസ്സായതുകൊണ്ടാണ് മോക്കത് തോന്നാത്തത്. ഈ നളിനാശനെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തുന്ന അതിന്ന് ഉപ്പ് പെറുക്കിയിട്ട് അവൻ വിൽക്കും, എന്നിട്ട് അവൻ കാശുണ്ടാക്കും. അതാണ് അവൻ്റെ സ്വഭാവം. ചെയ്തു എന്ന് ഉറപ്പില്ലല്ലോ. മോളെടുക്കോ? ഞാനെടുക്കോ? ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ആവശ്യമായിരിക്കാണ് നളിനാശന്. അവനാണ് ഇതിൻ്റെ കണ്ണി. അവൻ ബോളിവുഡും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. എന്നാ ഞാൻ പോട്ടെ. മോള് റൂമിൽ പോയി ഇരുന്ന് ചിന്തിക്കും, ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കട്ടെ. പോയിക്കോ. ശരി. ശരി. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. പറഞ്ഞാലേ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ പറഞ്ഞാൽ അറിയാലോ എന്താ സംഭവിക്കാന്നുള്ളത്. ആ ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഉണ്ട് കേട്ടോ. ആ ഒരു ബഹുമാനം എപ്പോഴും എന്നോട് വേണം. അതെനിക്ക് എപ്പോഴും ഉണ്ടല്ലോ. എപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും ചേട്ടനോട് റെസ്പെക്റ്റ് ഉണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇത് സുബ്ബു പറഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞാൽ സുബ്ബു അത് വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് തീരെ വിശ്വാസമില്ലെങ്കിലും അവൻ എന്നെ നല്ല വിശ്വാസമാണ്. എന്നെ വേറെ എന്നാ പറയാനുള്ളത്? ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടുമില്ല. അറിയാലോ ചേട്ടന് ഞാൻ ആരോടും പറയില്ല. അല്ല, എനിക്ക് അതിൽ സംശയമുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? നീ ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നീ അങ്ങനെ പറയുമെന്നൊക്കെ തോന്നി. എന്നോട് എത്ര പേര് ചോദിച്ചെന്നറിയോ, ചേട്ടനാണോ ചെയ്തതെന്ന്, ചേട്ടനാണോ ആ സ്ക്രിപ്റ്റ് എടുത്തോണ്ട് പോയെന്നൊക്കെ. ആര് ചോദിച്ചു? മുത്തു ചോദിച്ചു, സുബ്ബു ചോദിച്ചു, സ്ക്രിപ്റ്റ് എന്തെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ ചേട്ടന്റെ പേര് മാത്രം പറഞ്ഞില്ല. അല്ല, അത് പറഞ്ഞാൽ നീ വേറെ അറിയും. എന്തിനാ ഇവിടെ നിൽക്കുന്ന? ഇപ്പൊ പോക്കോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ. ഹലോ. എടാ, നീ എവിടെ? എടാ, ഇവിടെ എല്ലാവർക്കും നളിനാക്ഷനെ സംശയം. എനിക്കിതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ അതെല്ലാവരോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. ഇതല്ലേ ഞാൻ നിന്നോട് അന്നോട്ട് പറയണത്. നീ ഇത് പറ. എത്ര നാളിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണേ ഇത്? എടാ, പക്ഷെ പറഞ്ഞിട്ട് ഞാൻ മോശമായല്ലോ. ഇതെങ്ങനെ ശരിയാവില്ലല്ലോ. ഇങ്ങനെ കള്ളത്തിന് വേണ്ടി കള്ളം പറഞ്ഞാൽ എത്ര നാളാ? ഈ സത്യം പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അതങ്ങ് തീർന്നോളും. തീരുമായിരിക്കാം, പക്ഷെ എങ്ങനെ ഞാൻ പറയും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നീ നിന്റെ മനസ്സിലുള്ള കാര്യം അങ്ങ് പറ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഏത് പറയാല്ലേ? അങ്ങ് പറ. എന്റെ എല്ലാവിധ സപ്പോർട്ടുകളുണ്ട്. എന്നാ ഞാൻ പറയാം. ഓക്കെ. ബൈ. നമ്മുടെ പുതിയ പരിപാടിയൊക്കെ തുടങ്ങി അറിയാലോ. ഞാൻ വിളിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ഇല്ലാതെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യണം കേട്ടോ. നമ്മുടെ പുതിയ ബെറ്റിലേക്ക് വന്ന് ചേരുമല്ലേ. അല്ലേ, വണ്ടി പോലും ചോദിക്കരുത്. എടാ, പിന്നെ വിളി. ഈ 4 ദിവസം നീ എവിടെ ആയിരുന്നു? ഞാൻ വീട്ടിൽ പോയിക്കുവായിരുന്നു. എടാ, നമ്മുടെ സ്ക്രിപ്റ്റ് കാണുന്നില്ല. സ്ക്രിപ്റ്റ് കാണുന്നില്ലേ? സത്യം പറ, നീ അത് എടുത്തോണ്ട് ഇവിടെ വിൽക്കാൻ കൊണ്ടുപോയല്ലയോ? ഇതൊന്ന്
സ്ക്രിപ്റ്റ് എന്ത് ചെയ്യേ? അല്ല സ്ക്രിപ്റ്റ് എന്ത് അതാ ഞാൻ ചോദിക്കുന്നത്. സ്ക്രിപ്റ്റ് കാണുന്നില്ല ഇവിടെ, വേറെ ആരും കേറിയിട്ടില്ല, ആകെ ആ പെണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ. അവൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പിന്നെ ദേവസ്യക്ക് വായിക്കാനുള്ള കഴിവില്ല. അല്ല അപ്പൊ ഞാനാണ് സ്ക്രിപ്റ്റ് അടിച്ചു പറ്റിയെന്നാണ് നീ അതെ, നീ എവിടെ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്നെ സംശയിക്കാൻ തുടങ്ങിയല്ലടാ. അല്ല അങ്ങനെയാണോ നീ എന്നെ ഞാൻ നിന്നെ പിന്നെ ഈ വീട്ടിൽ കയറി സ്ക്രിപ്റ്റ് ആരും കൊണ്ടുവരാ? എടേ എന്തുവാടാ നിന്നോടുള്ള സൗഹൃദം ഞാൻ നിർത്തുക. കാരണം വെച്ചാൽ നീ എന്നെ സംശയിച്ചു, എനിക്ക് അത് തന്നെ മതി. എന്റെ സ്ക്രിപ്റ്റ് കാണുന്നില്ല, എനിക്കിന്ന് ഉച്ചയ്ക്ക് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോകേണ്ടതാ. സ്ക്രിപ്റ്റ് കാണുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ നീ എന്നെ ഒരു സുഹൃത്തിനെ ഇങ്ങനെ സംശയിക്കാവാ? സത്യമായിട്ട് നീ അല്ലെന്ന് പറയുന്ന ഉറപ്പാണോ? എടാ ഞാൻ ക്രിസ്തുമസിന് വീട്ടിൽ പോയതാണ്. ഈ പച്ച നൈറ്റ് എവിടുന്നാ മേടിച്ചത് നീ? നിന്റെ ആ കിടന്ന് നീല നൈറ്റ് എന്ത് ചെയ്യേ? അടാ അത് കീറിപ്പോടാ, അത് തയ്ക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് തൽക്കാലം ആ തയ്യക്കടയിൽ നിന്ന് തന്നെ തന്നു വിട്ട. തയ്യക്കടയിൽ തന്നു വിട്ടല്ലയോ? ഞാൻ ആ തയ്യക്കടയിൽ ഒന്ന് തിരക്കുന്നുണ്ട്. നീ തിരക്കളിയാ, അവിടെ നമുക്ക് കോസ്റ്റ്യൂം ഞാൻ നോക്കിട്ടൊന്ന് പോവാട്ടോ. നീയേ ഒരു കാര്യം ചെയ്യും, വീടിന്റെ അകത്ത് നീ ഒന്ന് സ്ക്രിപ്റ്റ് നോക്കിയേ, ഞാൻ തയ്ക്കട പോയിട്ട് നോക്കാം. സിരി, ഡിഡ് യു ഫൈൻഡ് മൈ സ്ക്രിപ്റ്റ്? ചേട്ടാ ഇല്ലെന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? അത് നില്ല പെണ്ണുപിള്ള 5 ദിവസത്തേക്ക് നാട്ടിൽ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ എന്റെ പെണ്ണുപിള്ളയായിട്ട് ഞാൻ എത്ര കമ്മിറ്റഡാ. നീ അങ്ങനെ ഒന്നും ചെയ്യുന്നു വേണ്ട. ഞാൻ ഇവിടെ താമസിപ്പിച്ചേക്കുന്ന ഒരു നേരത്തെ പഴങ്കഞ്ഞി ഉള്ളെങ്കിൽ ഞാൻ വന്ന് ഞാൻ പറയട്ടെ, അവള് നാട്ടിൽ പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് ശരിയാണോ? ആണോ? അപ്രോച്ച് ചെയ്യാൻ വന്നത് വീട്ടിലുള്ള സമയത്ത് പറയതൊക്കെ ഒരു ടെൻഷനിലല്ലേ? അയ്യാടാ അതിന് വന്നതല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയണ കാര്യം ഒന്ന് സീരിയസ് ആയി എടുക്കണം. സീരിയസ് ആയിട്ട് അറിയാം. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ ചേട്ടൻ? ഞാനല്ലേ നിനക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞു, നീ വേഗം പറ. ഞാൻ പറഞ്ഞ ചേട്ടൻ അത് മോശമായി എടുക്കരുത്. ഇതൊക്കെ എന്ത് മോശം? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ചേട്ടനും നളിനാക്ഷനും ആയിട്ടുള്ള ബന്ധം അവനൊന്നും അറിയരുത്. നീ ഇത് സീക്രട്ട് ആയിട്ട് വെക്കണം. നല്ല അറിഞ്ഞ ശോഭന അറിയും, ശോഭന അറിഞ്ഞാൽ ദേവസ്യ അറിയും, ദേവസ്യ അറിഞ്ഞ അവന്റെ അമ്മേന്റെ അമ്മ അറിയും. മനസ്സിലാകുന്നുണ്ടോ? അതെ, എനിക്ക് പറയാനുള്ളത് നളിനാക്ഷന്റെ കാര്യമാണ്. എന്തെടുത്തു? മുന്നേ പറഞ്ഞില്ലായിരുന്നോ സ്ക്രിപ്റ്റിന്റെ കാര്യം? അത് ഞാൻ അന്ന് കണ്ടായിരുന്നു, നളിനാക്ഷൻ ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് പോകുന്നത്. എങ്ങോട്ടാന്ന് എനിക്കറിയാൻ പാടില്ല. സ്ക്രിപ്റ്റ് എടുത്തിട്ട് പോയത് നളിനാക്ഷനാണ്. യു മീൻ ദാറ്റ് അവനാ കൊണ്ടുപോയത്? ഞാനാ പറഞ്ഞെന്നറിഞ്ഞ നളിനാക്ഷൻ ഉറപ്പായും എന്നെ പറ്റി അപവാദം പറയും. ഞാനായി സ്ക്രിപ്റ്റ് എടുത്ത് ഞാൻ എടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു എന്ന് വരും. അതൊന്നും ചേട്ടൻ വിശ്വസിക്കരുത്. സത്യമാണെന്ന് പറയുന്നത്. എനിക്ക് 30 ദിവസത്തേക്ക് 25,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് 12,000 രൂപ കുറച്ചേച്ച് 13,000 തരുന്നത് എൻ്റെ അടുത്ത് നീ കള്ളം പറയരുത്. ഞാൻ കള്ളം പറയുന്നു തോന്നുന്നുണ്ടോ? നീ മേലോട്ട് പോ, ഞാൻ താഴോട്ട് പോയിട്ട് വരാം. പ്രൗഡ് ഓഫ് യു മൈ ഗേൾ, പ്രൗഡ് ഓഫ് യു. നിനക്ക് നാളെ തൊട്ട് ഇൻക്രിമെന്റ് 550 രൂപയും വൈകുന്നേരം ഒരു ബിരിയാണി. ഗോ. താങ്ക് യു. ഈ വെള്ളത്തിനകത്തൊക്കെ പേടിച്ചു പോയല്ലടാ. മുത്തു, എന്റെ സ്ക്രിപ്റ്റ് അടിച്ച ആളെ ഞാൻ കണ്ടുപിടിച്ചു. ആരാ? നല്ല കൊണ്ടുപോയത്. എടാ അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അവന് നിന്നോട് കൂറുള്ളവനാടാ. ഒറ്റ തെരിഞ്ഞ പറഞ്ഞം. ഞാൻ എന്റെ അടുത്ത് അവിടെ വീട്ടിൽ പെണ്ണുമ്മന്റെ അടുത്ത് പറഞ്ഞു. ആര് പറഞ്ഞു? ആ വീട്ടിൽ പെണ്ണന്റെ അടുത്ത് പറഞ്ഞു നമ്മളവിടെ പണിക്കുന്നേ. അത് തലയ്ക്ക് വെളിവില്ലാത്ത അതെന്തേലും ഒക്കെ പറഞ്ഞു നീ ഒന്നും വിശ്വസിക്കല്ലേ? ഇല്ല, തലയ്ക്ക് വെളിവെന്നല്ല. ഈ മാസം ശമ്പളം ഞാൻ തരത്തില്ല. സത്യം പറയാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പിടിച്ചു പൊക്കി. അപ്പോൾ എന്റെ സത്യം പറഞ്ഞു. അവനെ കണ്ടാൽ തന്നെ അറിയടാ, അവനൊരു പാവാടാ, അവനെ ചെയ്യത്തില്ലടാ. അവൻ ചെയ്യും, ഞാൻ ഗ്യാരണ്ടി. ഇല്ല അങ്ങനെ അത് നീ അവനോട് പൊയ്ക്കോ. ഞാൻ ഈ വീട് രണ്ടും എന്റെ പേരിലാക്കിയിട്ട് ഞാൻ ജീവിച്ചോളാം. വിട്ടോ? ഇല്ലില്ല, അവള് കള്ളം പറയത്തില്ല എന്റെ അടുത്ത്. നാട്ടുകാരെ പറ്റിച്ച് എന്റെ അച്ഛൻ ഈ വീട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിനക്ക് എടുത്തോണ്ട് പോകാനല്ല, ഇത് എന്റെ വീടാ, മനസ്സിലായാ? അപ്പൊ നിനക്ക് ഞാൻ പറയുന്ന വിശ്വാസം ഉണ്ടോ ഇല്ലയോ? അല്ല അത് ഞാൻ വേണേ വിശ്വസിക്കാം. വിശ്വസിച്ച് വെക്കൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ സൈനിക സ്കൂളിൽ നിന്ന് മാറ്റി കൊടക് സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ ഒരു മനുഷ്യയില്ലായിരുന്നു ഒരു നേരത്തെ ആഹാരം തരാൻ. മറ്റേ ആരൊക്കെ എടുത്തിട്ടറിയോ? തമിഴൻ, കൊടകൻ എല്ലാമാരും ഒടിച്ചപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആരാ ഞാൻ? എടാ അങ്ങനെയാടാ ആണുങ്ങള് പലത് കൊണ്ടുവന്നിരിക്കും, പലത് കൊടുത്തെന്നിരിക്കും. അതെന്തും ഞാൻ കണക്ക് വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഡിസ്കണക്ട് കിട്ടില്ല. പെണ്ണുമ്പിളക്ക് അറിയാമത്. അപ്പൊ ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി. അവൻ കൊണ്ടുപോയി എന്റെ സ്ക്രിപ്റ്റ്. എനിക്ക് വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കാനും തയ്യാറല്ല. എന്നാ എനിക്ക് നിന്നെ വിശ്വസിക്കേണ്ടി വരും. നീ അവിടെ ഇന്ന് എന്തോ ഗൂഢാലോചന ചെയ്താണ് അവൻ എന്റെ സ്ക്രിപ്റ്റ് കൊണ്ടുപോയെന്ന്. കാരണം നീ ഞാൻ പറയുന്നില്ല. നാളെ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി. പിന്നെ വേണ്ടേ? നീ വിശ്വസിച്ച് എന്റെ കൂടെ വരണം അവനെ ഇടിക്കാൻ. ഇറങ്ങ.